ഹലോ ഡിയർ വ്യൂവേഴ്സ്, നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ജീവിതത്തിൽ കൂടെ കൊണ്ട് നടക്കുന്ന ചില ശീലങ്ങൾ, ചില സ്വഭാവങ്ങൾ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ വളരെ സ്ലോ ആയിട്ട് പതുക്കെ പതുക്കെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ ജീവിതത്തിന് വളരെ അധികം മോശമായിട്ടാണ് എഫക്റ്റ് ചെയ്യുന്നത് എന്ന് നമുക്ക് അറിയുന്നുണ്ടാവില്ല. ചിലപ്പോൾ നമുക്ക് അറിയുന്നുണ്ടായിരിക്കും, നമ്മൾ ബോധവാന്മാരായിരിക്കും, പക്ഷേ നമ്മൾ അത്ര കൺസേൺഡ് ആയിരിക്കില്ല. അങ്ങനെ ആലോചിച്ചപ്പോൾ കിട്ടിയ ഒരു 10 കാര്യത്തിനെ പറ്റിയാണ് നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപ് നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ ചാനൽ എടുത്ത് നോക്കിയിട്ട് അതിൽ മറ്റ് വീഡിയോസൊക്കെ എടുത്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ മുഴുവൻ കണ്ടിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ചോദിക്കാനും പറയാനും ഒക്കെ ഉണ്ടെങ്കിലും ഈ ഒരു സബ്ജക്റ്റിലേക്ക് നിങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ എന്തെങ്കിലും കാര്യങ്ങൾ അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യാനുണ്ടെങ്കിൽ അതും കൂടി ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഏറ്റവും ആദ്യത്തെ കാര്യമാണ് ഹോൾഡിംഗ് ഓൺ ടു ഗ്രഡ്ജസ് എന്ന് പറയുന്നത്. വൈരാഗ്യം അല്ലെങ്കിൽ ഒരാളോടുള്ള ഒരു ദേഷ്യം നമ്മൾ കൂടെ കൊണ്ട് നടക്കുക, ഒരു കാലത്തും നമ്മൾ അവരോട് ക്ഷമിക്കാതിരിക്കുക, ഒരു കാലത്തും നമ്മൾ അവരോട് പുറത്തു കൊടുക്കാതിരിക്കുക. ആ ഒരു ഗ്രഡ്ജ് മനസ്സിൽ വെച്ച്, വൈരാഗ്യം മനസ്സിൽ വെച്ച്, അവരോടുള്ള ദേഷ്യം മനസ്സിൽ വെച്ച് നമ്മൾ പെരുമാറുക. എവിടെ? ടിൽ ദ എൻഡ്, ഏറ്റവും അവസാനം വരെ നമ്മൾ അങ്ങനെ പെരുമാറിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. പഴമക്കാരൊക്കെ പറയണ കേട്ടിട്ടില്ല, അവർ ചെറുപ്പത്തിൽ 15-16 വയസ്സൊക്കെ ഉള്ളപ്പോൾ തുടങ്ങിയ ചെറിയൊരു വഴക്കോ അല്ലെങ്കിൽ ഒരു കുടുംബ പ്രശ്നമോ അല്ലെങ്കിൽ വസ്തു തർക്കമോ ഒക്കെ കാരണമായിരിക്കാം ലൈഫ് ലോങ് അവർ ആ ഒരു വ്യക്തിയോട് മാത്രമല്ല, അവരുടെ മക്കളോടും അവരുടെ കുടുംബത്തിലുള്ള എല്ലാവരോടും, ആ ഒരു ഫാമിലിയിലുള്ള എല്ലാ മനുഷ്യന്മാരോടും അവർ ഈ ഒരു ഗ്രഡ്ജ് മനസ്സിൽ വെച്ച് കൊണ്ട് നടക്കുന്നു എന്നുള്ളതാണ്. പക മനസ്സിൽ കൊണ്ട് നടക്കുന്ന ആളുകളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവർക്ക് ആരെയും വിശ്വാസം ഉണ്ടായിരിക്കില്ല, അവരൊന്നിലും സന്തോഷിക്കില്ല. മനസ്സ് തുറന്ന് ചിരിക്കാനോ മനസ്സ് തുറന്ന് സന്തോഷിക്കാനോ, ഒരു കാര്യത്തിൽ, ഒരു നിമിഷത്തിൽ, ഒരു സംഭവത്തിൽ എൻജോയ് ചെയ്യാനോ അതിൻ്റെ ഒരു സ്നേഹം അനുഭവിക്കാനോ അവർക്ക് മനസ്സ് വരില്ല എന്നുള്ളതാണ്. അങ്ങനെയുള്ള ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട് നമ്മുടെ ചുറ്റും. ഇവർ ജീവിക്കുന്നത് തന്നെ ആ ഒരാളോടുള്ള പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ടും ആ ഒരാളോടുള്ള പക കൊണ്ടുമാണ് അവരെ മുന്നോട്ടേക്ക് നയിക്കുന്നത് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അപ്പം ഈ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, പുറത്തു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ, ക്ഷമിച്ചു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ, അത് മറന്നിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. രണ്ടാമത്തെ പോയിന്റ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ് കേട്ടോ. ഇഗ്നോറിങ് മെൻ്റൽ ഹെൽത്ത് നീഡ്സ്. നമുക്ക് നമ്മുടെ ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകളൊക്കെ നമ്മൾ ഒരു ദിവസമൊക്കെ പിടിച്ചു വെച്ച് രണ്ടാമത്തെ ദിവസം നമ്മുടെ കയ്യിൽ നിൽക്കാണ്ട് വരുന്ന സമയത്ത് നമ്മൾ എത്രയും പെട്ടെന്ന് ഒരു മെഡിക്കൽ ഹെൽപ്പ് സീക്ക് ചെയ്യും, അല്ലേ? നമ്മൾ ആരും വെച്ചുകൊണ്ടിരിക്കില്ല. പ്രത്യേകിച്ച് മാറി വരുന്ന സാഹചര്യത്തിൽ എന്താ എപ്പോഴാ വേറൊരു ഡിസീസിലേക്ക് കൺവേർട്ട് ആവുക എന്നറിയാത്തൊരു സാഹചര്യത്തിൽ ചെറിയൊരു തലവേദന പോലും, ഒരു ജലദോഷം, പനി പോലും നമ്മൾ വെച്ചുകൊണ്ടിരിക്കില്ല എന്നുള്ളതാണ്. പക്ഷേ അതേ ഒരു ശ്രദ്ധ നമ്മൾ നമ്മുടെ മെൻ്റൽ ഹെൽത്തിന് കൊടുക്കണില്ല എന്നുള്ളതാണ്. ആളുകൾ നമ്മുടെ ഒരു മെൻ്റൽ ഹെൽത്തിന് അത്രയൊരു കൺസേൺഡ് അല്ല എന്ന് വേണമെങ്കിൽ പറയാം. ചില സമയത്ത് നമുക്കൊരു ഓപ്പൺ ടോക്ക് ആയിരിക്കാം ആവശ്യം. ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ നമുക്ക് ഒന്ന് നമ്മളെ ആരെങ്കിലും കേൾക്കാനുണ്ടെങ്കിൽ അത് പ്രൊഫഷണൽ ആയിട്ടുള്ള വേയിൽ തന്നെ ആയി അത് കേട്ട് നമുക്ക് ഒരു സൊല്യൂഷൻ പറഞ്ഞു തരാം എന്നുള്ളത് ലൈഫിനെ തന്നെ രക്ഷിക്കാവുന്ന ചില കാര്യങ്ങളായിരിക്കും. പക്ഷേ നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഒരു സൈക്കോളജിസ്റ്റിനെ കാണാം, അല്ലെങ്കിൽ ഒരു സൈക്യാട്രിസ്റ്റിനെ കാണാം, അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഹെൽപ്പ് സീക്ക് ചെയ്യുക മാനസികാരോഗ്യത്തിന് എന്നൊക്കെ വരുമ്പോൾ പൊതുവെയുള്ള നമ്മുടെ ഒരു ചിന്തയാണ് ഭ്രാന്തുള്ളവരാണ് അല്ലെങ്കിൽ വട്ടുള്ളവരാണ് അങ്ങനെയൊക്കെ ചെയ്യുക എന്നുള്ളതാണ്. ഭ്രാന്തമായിട്ടുള്ള മനസ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നൂൽപ്പാലമാണ് നമ്മുടെ മനസ്സ്. ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ചെറിയൊരു നേരിയൊരു ചാഞ്ചാട്ടം മതി, എന്ത് വേണമെങ്കിലും സംഭവിക്കാം. അതുകൊണ്ട് ഭ്രാന്തമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ വട്ട് എന്നുള്ളതിനെയൊന്നും നമ്മൾ കളിയാക്കണ്ട എന്നുള്ള ഒരു കാര്യമാണ്. പണ്ടൊക്കെ ഊളംപാറ, കുതിരവട്ടം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കോമഡി ആക്കി ഒരുപാട് സീനുകളൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ആളുകൾ കുറച്ചും കൂടി കാര്യങ്ങളെ പ്രാക്ടിക്കലായിട്ടും കുറച്ചും കൂടി ബുദ്ധി കൂടി ചേർത്തിട്ട് ആലോചിച്ച് തുടങ്ങിയിട്ടുള്ളതായിട്ട് തോന്നിയിട്ടുണ്ട്. ഇതൊന്നും നമ്മുടെ കയ്യിലല്ല. സോ എപ്പോഴും നമുക്ക് നമ്മളെ തന്നെ ഹീൽ ചെയ്യാനുള്ള കഴിവുണ്ടാവില്ല. അതിന് ഈ ഒരു വിഷയത്തിൽ പ്രൊഫഷണലായിട്ട് ആധികാരികമായിട്ട് പഠിച്ച വ്യക്തികളുടെ ഹെൽപ്പ് സീക്ക് ചെയ്യുക എന്നൊക്കെ പറയുന്നത് ഒട്ടും കുറവായിട്ടുള്ള കാര്യമല്ല. കൃത്യസമയത്ത് തന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു ഹെൽപ്പ് സീക്ക് ചെയ്തിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് കേട്ടോ. മൂന്നാമത്തെ പോയിന്റാണ് ഓവർ കമ്മിറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓവറായിട്ട് എന്തിനോടുമുള്ള കമ്മിറ്റ്മെൻറ്റ്, ആ ഒരു കാര്യത്തിൽ നിന്ന് നമുക്കൊരു ഹേർട്ട് വരാൻ സാധ്യത കൂടും എന്നുള്ളത്
പ്രൂവൺ ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് പറയാം. ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പിലായിക്കോട്ടെ, ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആളായിരിക്കാം ഏറ്റവും കൂടുതൽ മുറിവേൽക്കുന്നത്. ഒരു ജോബിൽ ഏറ്റവും കൂടുതൽ കമ്മിറ്റ്മെൻറ്റ് കാണിച്ച് ഏറ്റവും ഓവർ ടൈം ചെയ്ത് അല്ലെങ്കിൽ നോ എന്ന് പറയാൻ പറ്റാതെ തരുന്ന എല്ലാ പണികളും കറക്റ്റ് സമയത്ത് തീർക്കുന്ന വ്യക്തിക്കായിരിക്കാം ഏറ്റവും കൂടുതൽ ടാസ്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഓവറായിട്ട് നമ്മൾ എന്തിനെ സമീപിച്ചാലും ഒരു പരിധി കഴിയുമ്പോൾ ഓവറായിട്ടുള്ള സ്നേഹം, ഓവറായിട്ടുള്ള കമ്മിറ്റ്മെൻറ്റ്, ഓവറായിട്ടുള്ള പാമ്പറിങ്, ഇതൊക്കെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് ഒരു ശല്യമായിട്ട് തീർന്നിട്ടുള്ള ചരിത്രമേ ഇതുവരെ ഉണ്ടായിട്ടുള്ളൂ. എപ്പോഴും നമ്മൾ നമ്മുടെ നില മറന്ന് വേറൊരാളെ സ്നേഹിക്കാൻ അല്ലെങ്കിൽ വേറൊരു ഇൻസ്റ്റിറ്റ്യൂഷനെ നമ്മളെ തന്നെ ഡൊണേറ്റ് ചെയ്ത് അത്രയും 100% കമ്മിറ്റഡ് ആയിട്ട് ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ ഒന്ന് വളരുന്നതോടുകൂടി ഒന്ന് കുറയുക അല്ലെങ്കിൽ ഒന്ന് ചീഞ്ഞു വരികയാണ് ചെയ്യുക. അതേസമയം നമ്മൾ ജോലിയിൽ ശ്രദ്ധിക്കുന്നു അല്ലെങ്കിൽ വേറൊരാളുടെ കാര്യത്തിൽ നമ്മൾ അമിതമായിട്ട് ശ്രദ്ധിക്കുന്നു എന്നുള്ള ഒരു നില വരുമ്പോൾ ഇപ്പുറത്ത് നമ്മുടെ കാര്യങ്ങൾ നമ്മൾ കോംപ്രമൈസ് ചെയ്തിട്ടും നമ്മുടെ മാനസികവും ശാരീരികവുമായിട്ടുള്ള ആരോഗ്യത്തിനെ നമ്മൾ പതുക്കെ കോംപ്രമൈസ് ചെയ്തിട്ടുമായിരിക്കും വരിക എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. നാലാമത്തെ കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അവോയ്ഡിങ് കോൺഫ്രണ്ടേഷൻ എന്ന് പറയുന്ന ഒരു കാര്യമാണ്. നമ്മളാണെങ്കിലും ഒരു ഫ്രിക്ഷൻ ഉണ്ടാവണ്ട, രണ്ട് കൈയും കൂട്ടിയിടിച്ചാലേ ശബ്ദമുണ്ടാകുള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൂടുതലും കോൺഫ്ലിക്ട്സ് വരുന്ന സാഹചര്യങ്ങളിൽ, ആർഗ്യുമെൻറ്റ്സ് വരുന്ന സാഹചര്യങ്ങളിൽ, ഒരു ഓപ്പൺ ഡിസ്കഷൻ വേണ്ട കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സാഹചര്യങ്ങളിൽ രണ്ട് ഒപ്പീനിയൻ വരുന്ന സമയത്ത് അവിടെ ഒരു ഡിസ്കഷനിലേക്ക് നമ്മൾ തല വയ്ക്കാതിരിക്കുകയായിരിക്കും കൂടുതൽ ആളുകൾ ചെയ്യുന്നത് കണ്ടിട്ടുള്ളത്. ഈവൻ ഞാനാണെങ്കിലും ചില കാര്യത്തിലൊക്കെ അങ്ങനെ തന്നെയാണ്. കാരണം ഇപ്പോഴും നമ്മുടെ മൈൻഡിൽ എന്താണ്, സത്യമാണെന്നങ്ങനെ വിചാരിച്ച് പോട്ടെ, നമ്മൾ എന്തിനാ തർക്കിക്കാൻ നിൽക്കണത് എന്നാണ്. പക്ഷേ ഹെൽത്തിയർ ആയിട്ടുള്ള ആർഗ്യുമെൻറ്റ്സ് വരുമ്പോഴാണ് നമ്മൾ കൂടുതലും മെച്ചപ്പെട്ട വ്യക്തിയാകുന്നത് എന്നുള്ളതാണ്. ഫ്രണ്ട്ലി മാച്ച് എന്നൊക്കെ പറയില്ലേ, രണ്ട് വ്യക്തികൾ നിൽക്കും അല്ലെങ്കിൽ രണ്ട് ഗ്യാങ് എന്നുള്ളത് പറയുമ്പോൾ രണ്ട് പേർക്കും ഒരാൾ എയെ പിന്തുണയ്ക്കുന്നു, ഒരാൾ ബിയെ പിന്തുണയ്ക്കുന്നു എന്ന് പറഞ്ഞാൽ രണ്ടുപേരും അവരുടെ വിഷൻ ഷെയർ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ അതിനെപ്പറ്റി കൂടുതൽ പുതിയ ഡിസ്കഷനിലേക്ക് പോകുമ്പോഴൊക്കെ അവിടെ നമ്മളെ തന്നെയാണ് നമ്മൾ നവീകരിക്കുന്നത്, നമ്മളെ അറിവ് തന്നെയാണ് അവിടെ വർദ്ധിക്കുന്നത്, നമ്മുടെ കാഴ്ചപ്പാടുകൾക്കാണ് അവിടെ മാറ്റങ്ങൾ വരുന്നത്. നമ്മൾക്ക് പുതിയതായിട്ട് ഓരോ കാര്യങ്ങൾ ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ഭരണപക്ഷം ഉണ്ടെങ്കിൽ അതിനെ തിരുത്താൻ വേണ്ടി ഇവിടെ ഒരു പ്രതിപക്ഷമുണ്ട്. ഇവർ ചെയ്യുന്ന എല്ലാ കാര്യവും ശരിയായിരിക്കണം എന്നില്ല, അതിനെ തിരുത്താനും പുതിയ കാര്യങ്ങൾ ആഡ് ചെയ്യാനും പുതിയതായിട്ടുള്ള ഐഡിയാസ് വരാനും ഒരു പ്രതിപക്ഷം വേണം. അതുപോലെ തന്നെയാണ് ഈ കാര്യങ്ങളും. നമ്മൾ ഓപ്പൺ ആർഗ്യുമെൻറ്റ്സിൽ നമ്മൾ ഇരുന്ന് കൊടുക്കുക. ഇതൊക്കെ അവോയ്ഡ് ചെയ്ത് വരുന്ന സിറ്റുവേഷനിൽ വരുമ്പോൾ എന്തുണ്ടാവാമെന്നറിയോ, എൻ്റെ ചിന്തകളും ഞാൻ ചിന്തിക്കുന്ന കാര്യങ്ങളും എൻ്റെ ശരികളും മാത്രമാണ് ശരി എന്നുള്ള ഒരു വിഷൻ വെച്ചിട്ട് മുന്നോട്ട് പോകും എന്നുള്ളതാണ്. നമ്മുടെ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച് തിരുത്തി മറ്റു കാര്യങ്ങൾ ആഡ് ചെയ്ത് പോകാനുള്ള ചാൻസസ് ഇങ്ങനെയുള്ളവർക്ക് വളരെ കുറവായിരിക്കും. അഞ്ചാമത്തെ കാര്യമാണ് ഓവർ യൂസ് ഓഫ് മെഡിക്കേഷൻ എന്ന് പറയുന്നത്. ഒരു ചെറിയ തലവേദന വരുമ്പോഴും ഒരു ചെറിയ പനി വരുമ്പോഴും ജലദോഷം വരുമ്പോഴും ബോഡി പെയിൻ വരുമ്പോഴൊക്കെ പെട്ടെന്ന് തന്നെ ഗുളിക എടുത്ത് കഴിച്ച് ആ ഒരു അസുഖത്തിന് ഒരു അരമണിക്കൂർ കൊണ്ടോ ഒരു മണിക്കൂർ കൊണ്ടോ പെട്ടെന്ന് അങ്ങ് തുടച്ചു മാറ്റി ബാക്ക് ടു നോർമൽ ലൈഫിലേക്ക് വരുന്ന ആളുകളെ കണ്ടിട്ടുണ്ട്. ഞാൻ മുന്നേക്ക് അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. പീരീഡ്സിൻ്റെ സ്റ്റൊമക് പെയിൻ വരുന്ന സമയത്ത്, ആ ഒരു മസിൽ ക്രാംസ് വരുന്ന സമയത്തൊക്കെ വന്നു തുടങ്ങുന്നത് അറിയുന്നതിന് തൊട്ട് മുൻപ് തന്നെ ഞാൻ വേഗം പോയി പെയിൻ കില്ലർ കഴിക്കും. ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ കഴിയുമ്പോഴേക്കും ആ ഒരു വയറുവേദന വരില്ല, അല്ലെങ്കിൽ വന്നില്ല എന്നുള്ള സ്റ്റേജിൽ അത് മാറ്റി നിർത്താറുണ്ട്. അതുപോലെ തന്നെയാണ് മൈഗ്രെയിൻ്റെ കാര്യത്തിലും. മൈഗ്രെയിൻ മൂളി പറക്കുന്നുണ്ട് എന്ന് കാണുമ്പോൾ തന്നെ വേഗം പോയി ടാബ്ലറ്റ് കഴിച്ച് വരാൻ പോലും സമ്മതിക്കാതെ ഞാനതിനെ വന്ന വഴിക്ക് ഓടിച്ചു വിടുമായിരുന്നു. എന്നോട് എല്ലാവരും പറയുന്ന കാര്യമാണ്, നീ ഈ പെയിൻ കില്ലേഴ്സ് ഓവർഡോസ് എടുക്കരുത്, ഓവർ യൂസ് ചെയ്യരുതെന്ന്. ചില അസുഖങ്ങൾ വന്നു പോകണം എന്നുള്ളതാണ്. കുറേ നാൾ കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ ഡോസ് ഓഫ് മെഡിക്കേഷൻ നമുക്ക് എഫക്റ്റ് ചെയ്യാതെ വരും. നമ്മുടെ ബോഡി അതിനോട് ചേർന്നു അല്ലെങ്കിൽ അതിനോട് ഓക്കെ ആയി. പകരം നമ്മൾ ചില അസുഖങ്ങൾ വന്നു പോട്ടെ എന്ന് കരുതുക. അസുഖങ്ങൾ വരിക, സിക്ക് ലീവ് എടുക്കുക, കിടക്കുക, റെസ്റ്റ് എടുത്തിട്ട് മാറിപ്പോവുക, അങ്ങനെയൊക്കെയാണ് നമ്മൾ ഓരോ പുതിയ കാര്യങ്ങളെയും നമ്മൾ ഫേസ് ചെയ്യേണ്ടതെന്ന് പറയും. ചില കാര്യങ്ങൾ വന്നു പോകുന്നതാണ് വരാതെ നമ്മൾ നോക്കുന്നതിനേക്കാൾ നല്ലത്. ആറാമത്തെ പോയിൻ്റാണ് ടു മച്ച് സ്ക്രീൻ ടൈം എന്ന് പറയുന്നത്. ഒരുപാട് ആളുകൾ ഇപ്പോൾ ബോധവാന്മാരാണ്, എൻ്റെ സ്ക്രീൻ ടൈം കൂടുതലാണ്, എൻ്റെ സോഷ്യൽ മീഡിയ ടൈം കൂടുതലാണ്. ഇതൊക്കെ ബോധവാന്മാരായിട്ട് തന്നെ ആളുകൾ ആ ഒരു കാര്യത്തിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അതിൽ വർക്ക് ചെയ്ത് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. എനിക്ക് പേഴ്സണലി അറിയുന്ന എൻ്റെ കൊളീഗ്സ് കുറച്ച് പേര്, എൻ്റെ കുറച്ച് ക്ലോസ് ഫ്രണ്ട്സൊക്കെ, അവർ മനഃപൂർവ്വം ചില ടൈമിൽ DND യൂസ് ചെയ്യുന്നതും ചില സമയത്ത് മനഃപൂർവ്വം ഫോൺ യൂസ് ചെയ്യാതെ അവർ റീഡിങ് ടൈമിലേക്ക്, സെൽഫ് കെയർ ചെയ്യുന്നതിലേക്ക്, എക്സസൈസ് ചെയ്യുന്നതിലേക്കൊക്കെ ആളുകൾ തിരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്ക്രീൻ ടൈം കൂടുന്നു എന്നുള്ളത് ഒരു തരം അഡിക്ഷനാണ് അല്ലേ. എന്തൊരു കാര്യത്തിനാണെങ്കിലും അഡിക്റ്റഡ് ആവാതെ നോക്കുക എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അഡിക്ഷനാണ് എന്ന് തിരിച്ചറിയുന്ന സമയം മുതൽ നമ്മൾ അതിനെ ഓവർകം ചെയ്യാൻ, അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക.
ആ ഒരു സമയത്ത് ചെയ്യേണ്ട വേറെ കുറേ കാര്യങ്ങളുണ്ട്. ഒരു അരമണിക്കൂർ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്നതും റീൽസ് കാണുന്നതും ഒരു അരമണിക്കൂർ യൂട്യൂബിൽ വീഡിയോസ് കാണുന്നതും ഒക്കെ അതിനെ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന വേറെ ഹെൽത്തിയർ ആയിട്ടുള്ള വേറെ എന്തെങ്കിലും ഹാബിറ്റോ വേറെ എന്തെങ്കിലും പ്രാക്ടീസസോ ഉണ്ടെങ്കിൽ അത് നമ്മൾ അഡാപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. കുറേ നേരം നമ്മൾ സ്ക്രീൻ ടൈമൊക്കെ കഴിഞ്ഞ് നമ്മൾ എണീക്കുന്ന സമയത്ത് നമുക്കൊരു ഒരു ഒരു നംനെസ് മൂഡിലേക്ക് പോകുന്ന പോലെ തോന്നാം. പെട്ടെന്നൊന്നും നമുക്ക് ഓർമ്മ കിട്ടില്ല, അല്ലെങ്കിൽ ഇന്ന് എന്താ ചെയ്യേണ്ടത്, ഇനി എന്താ ചെയ്യാനുള്ളത് എന്നൊക്കെ നമ്മൾ മറന്നു പോകും. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മുടെ മൈൻഡിൽ നിന്നേ പോകും എന്നുള്ളതാണ്. 7ാമത്തെ പോയിൻ്റാണ് എക്സസീവ് ഫുഡ് ആൻഡ് ആൽക്കഹോൾ എന്ന് പറയുന്നത്. വളരെ അധികം ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ ഇത്. ആൽക്കഹോൾ കൺസംഷൻ എന്ന് പറയുന്നത് തീരെ ഒഴിവാക്കണം എന്ന് പറയാൻ ഞാനൊരു മെഡിക്കൽ വിദഗ്ധയൊന്നും അല്ല. പക്ഷേ ചിലവർ ഒക്കേഷണലി മാത്രം ആൽക്കഹോൾ കൺസ്യൂം ചെയ്യുന്ന ആളുകളുണ്ട്. ഫ്രണ്ട്സ് എല്ലാവരും കൂടുന്ന സമയത്ത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഫാമിലി ഗെറ്റ് ടുഗദേഴ്സ് വരുന്ന സമയത്ത്, എന്തെങ്കിലും ട്രിപ്പ് പോകുന്ന സമയത്തൊക്കെ അത്രയും ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് കൂടുമ്പോൾ മാത്രം ഒക്കേഷണലി കഴിക്കുന്ന ആളുകളുണ്ട്. അതല്ലാതെ ആ ഒരു ആൽക്കഹോൾ കൺസംഷൻ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മളെ ഭരിക്കുന്ന രീതിയിൽ, നമ്മുടെ ചിന്തകൾക്ക് വളമാകുന്ന രീതിയിൽ, നമ്മുടെ ഒരു ദിവസത്തിനെ കിടത്തി ഉറക്കണമെങ്കിൽ, അവസാന മണിക്കൂറുകളിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ആൽക്കഹോൾ കൂടിയേ തീരൂ എന്നുള്ള ഒരു രീതിയിലേക്കൊന്നും നമ്മുടെ ജീവിതത്തിനെ എത്തിക്കരുത് എന്നുള്ളതാണ്. കൂടുതലും ആളുകൾ ഈ ഒരു ആൽക്കഹോൾ കൺസംഷൻ അഡാപ്റ്റ് ചെയ്യുന്നത് സമാധാനത്തിന് വേണ്ടിയിട്ടാണ്. സമാധാനത്തിന് വേറെ എന്തൊക്കെ വഴികളുണ്ട്. നമുക്ക് മെഡിറ്റേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് നല്ല ഒരു ടീമിൻ്റെ കൂടെ ട്രിപ്പ് പോകാൻ പറ്റും. പ്രകൃതി വളരെ നല്ല പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി തരുന്ന ഒരു കാര്യമാണ്. കാടും മേടും അങ്ങനത്തെ സ്ഥലങ്ങളിലേക്കൊക്കെ ഒരു ട്രക്കിങ്ങോ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് നടക്കാൻ പോവേ ചെറിയൊരു സ്റ്റേക്കേഷനൊക്കെ ചെയ്യുന്ന രീതിയിലേക്കൊക്കെ പോകുമ്പോൾ തന്നെ നമ്മൾ പതുക്കെ നമ്മുടെ നെഗറ്റീവ് കാര്യങ്ങളൊക്കെ മാറ്റി നിർത്തി ആൽക്കഹോൾ അല്ല, അതിൻ്റെ അപ്പുറത്തേക്ക് ലഹരി തരുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കും. അതിൻ്റെ കൂടെ തന്നെ ചേർത്ത് പറയേണ്ട വേറൊരു കാര്യമാണ് എക്സസീവ് ഫുഡ് നമ്മൾ കൺസ്യൂം ചെയ്യുക എന്നുള്ളത് കേട്ടോ. 75% കഴിച്ച് നമ്മളവിടെ നിർത്തുക. നമുക്ക് വയറ് നിറഞ്ഞ് പൊട്ടുന്ന രീതിയിലേക്ക് എത്തിക്കരുത്. നമ്മൾ 3 നേരവും വിശന്നാലും ഇല്ലെങ്കിലും കഴിക്കാൻ പറ്റുന്ന ഒരു അളവ് ഓൾറെഡി നമ്മൾ നമ്മുടെ മനസ്സിനെ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിനെ നമ്മുടെ ജീവിതത്തിനെ പ്രാക്ടീസ് ചെയ്ത് വെപ്പിക്കുക. എത്ര വിശന്നാലും ഞാനൊരു ബൗൾ ചോറും അതിനോട് ചേർന്നിട്ടുള്ള കറികളും കൂടിയേ കഴിക്കുള്ളൂ, എനിക്ക് ആവശ്യമില്ലാതെ അത്രയും വലിച്ചു വാരി കഴിക്കില്ല എന്നുള്ള രീതിയിലേക്കൊക്കെ പതുക്കെ പ്രാക്ടീസ് ചെയ്ത് എത്തുന്നതാണ്. ഞങ്ങളുടെ ഒരു സുഹൃത്തുണ്ട്, കുമാരേട്ടൻ എന്ന് പറയുന്ന ആൾക്ക് 60 ആ ഒരു ഏജിലുണ്ട്. എന്തൊരു വലിയ ആഘോഷമാണെങ്കിൽ പോലും രാത്രി ഞാൻ റൈസ് കഴിക്കില്ല എന്ന് പറഞ്ഞാൽ കഴിക്കില്ല. അതങ്ങനെയാണ് ആൾ. ഇനി പൊന്നുകൊണ്ട് പുളിശ്ശേരി വെച്ചിട്ട് അതിൽ ചോറ് ഒഴിച്ച് തന്നാൽ പോലും ഞാൻ രാത്രി ചോറ് കഴിക്കില്ല, എനിക്ക് രാത്രി റൈസ് കഴിക്കുന്ന ശീലമില്ല എന്നുള്ളതാണ്. നമുക്കറിയാമല്ലോ റൈസ് ആവശ്യത്തിലധികം കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് അത്ര നല്ലതല്ല എന്നുള്ളത്. സോ ആൾ അത്രയും കീനായിട്ട് ലൈഫിലെ ചില കാര്യങ്ങളെ നോക്കി നടത്തുന്ന ആളാണെന്ന് പറയാം. 8ാമത്തെ പോയിൻ്റാണ് ഓൾവേസ് അഗ്രസീവ് ബിഹേവിയർ എന്ന് പറയുന്നത്. എന്തൊരു കാര്യം പറഞ്ഞാലും ചാടിക്കയറി കടിക്കുന്ന, എന്തൊരു കാര്യം സമാധാനത്തോടു കൂടി നേരിടാത്ത, അല്ലെങ്കിൽ അഗ്രസീവ് ആകുന്ന ചില മനുഷ്യന്മാരെ കണ്ടിട്ടില്ലേ? അവരോട് ഒന്ന് സമാധാനത്തോടു കൂടി ഒരു കാര്യം പറയാൻ പറ്റില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഒരു 100 വട്ടം മുൻകൂർ ജാമ്യം എടുത്ത് ഞാനൊരു കാര്യം പറയാൻ പോവാണ്, ദേഷ്യപ്പെടരുത്, ചാടിക്കടിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളൊരു കാര്യം പ്രസൻറ്റ് ചെയ്യുന്ന ടൈപ്പ് ആളുകളെ കണ്ടിട്ടുണ്ട്. അതൊരു 40 above 50 above ഉള്ള ആളുകളെയാണ് കൂടുതലും കണ്ടിട്ടുള്ളത്. ഇനി ചില സൈക്കോ ആയിട്ടുള്ള ആളുകളുണ്ട്, അവരോടൊന്നും നമുക്കൊന്നും സംസാരിക്കാൻ പറ്റില്ല. കാരണം അവർ ഓൾറെഡി അഗ്രസീവാണ്. അവർ ചിലപ്പോൾ ദേഷ്യം വരുമ്പോൾ അവർ ചിലപ്പോൾ ദേഹോപദ്രവം ഏൽപ്പിക്കും, അല്ലെങ്കിൽ അവർ അത്രയും മോശമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കും, പിടിച്ചു തള്ളും. നമ്മുടെ ശരീരത്തിന് മുറിവേൽപ്പിക്കുന്ന, മനസ്സിന് മുറിവേൽപ്പിക്കുന്ന കാര്യത്തിലേക്കൊക്കെ പെരുമാറാൻ അവർക്ക് വളരെയധികം ഈസി ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങൾ അങ്ങനെയുള്ള ആളാണോ എന്ന് ശ്രദ്ധിക്കുക, അങ്ങനെയുള്ള ആളുകളിൽ നിന്ന് അകലം പാലിക്കുക എന്നുള്ളതാണ്. 9ാമത്തെ പോയിൻ്റാണ് പുവർ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഫിനാൻഷ്യൽ ഒരു ഹെൽത്തിയർ ആയിട്ടുള്ളൊരു ഹാബിറ്റ് നമുക്ക് ഉണ്ടെങ്കിൽ അത് ഭയങ്കര രസമായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. എക്സ്പെൻസീവ് ആയിട്ടുള്ള മനുഷ്യർ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ? അത് നമ്മുടെ വരവങ്ങ് നിലച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? ഈ ചിലവിനോട് നമ്മൾ അഡാപ്റ്റഡ് ആയിരിക്കും. നമുക്ക് എന്ത് സംഭവിച്ചാലും നമ്മളിങ്ങനെ ജീവിച്ച് ശീലമായി. അപ്പോൾ അതിനുള്ള പണം നമ്മൾ എങ്ങനെ കണ്ടെത്തും? എപ്പോഴും നമ്മളൊരു ലൈഫ് സ്റ്റൈൽ കീപ്പ് ചെയ്യുക. എത്ര പണം ഉണ്ടെങ്കിലും എത്ര പണം ഇല്ലെങ്കിലും ഞാനൊരു നോർമൽ രീതിയിലാണ് ജീവിച്ച് പോകുള്ളൂ. എനിക്ക് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ വാങ്ങില്ല, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ വാങ്ങുന്ന സമയത്ത് അതിനൊരു റോള് ഞാൻ എവിടെയോ അല്ല, ആറ്റോമിക് ഹാബിറ്റിൽ തന്നെയാണെന്ന് തോന്നുന്നു, അതിൽ വായിച്ചത് ഞാൻ ഓർക്കുന്നുണ്ട്. എന്തൊരു കാര്യം വാങ്ങണമെങ്കിൽ പോലും ഒരു 24 hours അല്ലെങ്കിൽ ഒരു 48 hours നമ്മളൊരു പോസ് കൊടുക്കുക എന്നുള്ളതാണ്. എനിക്കിപ്പോൾ ഒരു സാധനം വാങ്ങാൻ തോന്നി, ഇപ്പം തന്നെ വാങ്ങരുത്. ചിലപ്പോൾ ഒരു ദിവസം 2 ദിവസമൊക്കെ കഴിയുമ്പോൾ നമ്മുടെ മനസ്സ് മാറിയേക്കാം, അല്ലെങ്കിൽ ആ ഒരു 2 ദിവസം കഴിയുമ്പോൾ നമുക്കൊരു വെളിപാട് വന്നേക്കാം, ഇതെനിക്ക് അത്രയും ആവശ്യമുള്ള ഒരു സാധനമല്ല എന്നുള്ളൊരു വെളിപാടൊക്കെ വന്നേക്കാം. നല്ലൊരു ഫിനാൻഷ്യൽ ഡിസിപ്ലിൻഡ് ലൈഫിലേക്ക് നമ്മൾ കൊണ്ടുപോവുകയാണെങ്കിൽ എപ്പോഴും നമ്മുടെ കയ്യിൽ പണം ഉണ്ടായിരിക്കും. ഒരു മോശം അവസ്ഥയിലേക്ക്, ക്രൈസിസ് നേരിടുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോവില്ല എന്നുള്ളതാണ്.
10ാമത്തെ കാര്യമാണ് പ്രോക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. എന്ത് കാര്യമാണെങ്കിലും ചിലവർ ഈ വിചാരിച്ച സമയത്ത് ചെയ്യില്ല, ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ ചെയ്യാം എന്നുള്ള ആറ്റിറ്റ്യൂഡുള്ള ആളുകളെ കണ്ടിട്ടില്ലേ? അവർ മൂലം വരുത്തി വെക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു 10 രൂപയുടെ കാര്യമാണെങ്കിൽ അത് പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്തൊരു 1000 രൂപയിലേക്ക് എത്തിക്കും. അതിനൊരു പഴഞ്ചൊല്ലുണ്ട് കേട്ടോ, സൂചി കൊണ്ട് എടുക്കുന്ന കാര്യം തൂമ്പ കൊണ്ട് എടുക്കുന്ന അവസ്ഥയിലേക്ക് എത്തിക്കും പ്രോക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. പ്രോക്രാസ്റ്റിനേഷൻ തടയാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വഴി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെഡി 1 2 3 എന്നാണ് പറയുന്നത്. ഞാനിപ്പോൾ ഒന്ന് കിടക്കുകയാണ്, എനിക്കൊരു കാര്യം ചെയ്യാനുണ്ടെങ്കിൽ പിന്നെ ചെയ്യാം, വൈകുന്നേരം ചെയ്യാം എന്നൊക്കെ കരുതാതെ ഇപ്പം അങ്ങോട്ട് എണീറ്റ് പോയി ചെയ്യുക എന്നുള്ളതാണ്. ഇതൊക്കെ നമ്മൾ 2-3 തവണയൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ട് സക്സസ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ പേടിക്കുന്ന, ഏറ്റവും കൂടുതൽ മടി പിടിച്ചിരിക്കുന്ന കാര്യമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത് എന്ന് വേണമെങ്കിൽ പറയാം. അതങ്ങ് ചെയ്ത് അത് കംപ്ലീറ്റ് ചെയ്താൽ അയ്യോ അത് എന്നുള്ള ആ ഒരു തോന്നൽ അങ്ങ് മാറി കിട്ടുമല്ലോ. അലസത, മടി, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയുള്ള വ്യക്തികൾ പതുക്കെ നമ്മളെ തന്നെ, നമ്മുടെ പോസിറ്റീവായിട്ടുള്ള ഒരു ഓറയെ തന്നെ ഡെസ്ട്രോയ് ചെയ്യുന്നു എന്നുള്ളതാണ്. 10 കാര്യമാണ് ഞാനിവിടെ പറഞ്ഞത്. ഈ 10 കാര്യം നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ഒക്കെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ബൈ ആൻഡ് താങ്ക് യു.